റെക്കോർഡ് ഭേദിച്ച ഇന്ത്യൻ ഓഹരി വിപണി. നിഫ്റ്റി ചരിത്രത്തിലാദ്യമായി 22,200 കടന്നു. സെൻസെക്സ് 73,000 മുകളിൽ പിന്തുണച്ച ബാങ്ക് മീഡിയ ഓഹരികൾ. ഇന്ത്യയിലേക്ക് വൻ നിക്ഷേപത്തിനൊരുങ്ങി ജപ്പാൻ. വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട 9 പദ്ധതികൾക്കായി 12,800 കോടി രൂപ നിക്ഷേപിക്കും. സാമ്പത്തികകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വികാസ് ഷീലും ഇന്ത്യയിലെ ജപ്പാൻ അംബാസിഡർ സുസുക്കി ഹിരോഷിയും കരാറിൽ ഒപ്പുവെച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനത്തിൽ ഉറച്ച് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിൽ സുസ്ഥിരവും സൗഹൃദപരവുമായ ബന്ധം പങ്കിട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. US ഉപരോധം മറികടക്കാനുള്ള മാർഗങ്ങളുമായി റഷ്യൻ ക്രൂഡ് ഓയിൽ വ്യാപാരികൾ. ആണവോർജ്ജ മേഖലയിൽ $26 ബില്യൺ നിക്ഷേപം നടത്താൻ സ്വകാര്യ സ്ഥാപനങ്ങളെ ക്ഷണിച്ച് ഇന്ത്യ. തീരുമാനം കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതിയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി. ടാറ്റ പവർ, അദാനി പവർ എന്നിങ്ങനെ 5 കമ്പനികളുമായി കേന്ദ്രം ചർച്ച നടത്തി. ഉള്ളി കയറ്റുമതി നിരോധനം അടുത്ത മാസം 31 വരെ തുടരുമെന്ന് കേന്ദ്രം. കയറ്റുമതിയിൽ ഇളവ് നൽകിയ തീരുമാനം പിൻവലിച്ചു. നടപടി ഉള്ളിയുടെ ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കാനും വില വർധന നിയന്ത്രിക്കുന്നതിന്റെയും ഭാഗമായി. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. സമ്മിശ്ര ആഗോള സൂചനകൾക്കിടയിലും ഇന്ത്യൻ ബെഞ്ച് മാർക്ക് സൂചികൾ തുടർച്ചയായ 6ാം ദിവസവും നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ഇന്ന് നിഫ്റ്റി 22,216 എന്ന റെക്കോർഡ് ഉയരം കീഴടക്കുകയും ചെയ്തു. പവർ ഗ്രിഡ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നീ കമ്പനികളൊക്കെയാണ് വിപണിയെ വലിയ രീതിയിൽ പിന്തുണച്ചത്. ഈ റാലിയുടെ ഒരു നേട്ടത്തിന് പിന്തുണ നൽകിയത് ബാങ്കിംഗ് ഓഹരികളാണെന്ന് തന്നെ പറയാം. സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഓൾമോസ്റ്റ് എല്ലാ സൂചികകളും പോസിറ്റീവ് മോഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ 74 പോയിന്റ് ഉണർവിൽ 22,196 എന്ന പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 22,045 വരെ പോയ ഒരു പോയിന്റാണ് നിലവിൽ ഉണർന്ന് ഇന്ന് 22,196 പക്ഷേ ഓൾ ടൈം റെക്കോർഡ് എന്ന രീതിയിൽ 22,215 വരെ നിഫ്റ്റി ഇന്ന് എത്തിയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് നിഫ്റ്റി ഇന്ന് അത്രയും ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് ഇന്ന് നിഫ്റ്റിയിൽ ബാങ്കിംഗ് ഓഹരികളാണ്. എടുത്തു പറയേണ്ടത് പ്രൈവറ്റ് ബാങ്കുകളുടെയൊക്കെ ഒരു വലിയൊരു പിന്തുണ ഇന്ന് ഷെയർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. 558 പോയിന്റോടെ 47,094 നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും അതുപോലെ തന്നെ ഒരു ഉറച്ച പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ നിഫ്റ്റി മിഡ് ക്യാപ് സൂചികൾ ചെറിയൊരു കോട്ടത്തിലാണ് വ്യാപാരം ഇന്ന് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിയായ സെൻസെക്സിലും ഇന്ന് വളരെയധികം ഒരു നേട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മോഡിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 349 പോയിന്റ് ഉണർവിൽ 73,057 പോയിന്റിലാണ് സെൻസെക്സിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ IT, ഓട്ടോ എന്നീ ഓഹരികളിലൊക്കെ തന്നെ നേരിയൊരു ഇടിവ് സംഭവിച്ചിരുന്നു. എങ്കിൽ തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ച് വലിയൊരു പിന്തുണ, ആഭ്യന്തര നിക്ഷേപകരുടെയൊക്കെ ഒരു വലിയൊരു പിന്തുണ ഇന്ന് ലഭിച്ചു എന്ന് തന്നെ പറയാം. ഇനിയൊരു അതിഥിയാണ് മാർക്കറ്റ് വ്യൂവിലെത്തുന്നത്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് അതിഥിയായി എത്തുന്നത്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. വലിയൊരു ഉറച്ച പിന്തുണയോടെയാണ് ആഭ്യന്തര നിക്ഷേപകരുടെയൊക്കെ തന്നെ വലിയൊരു ഉറച്ച പിന്തുണയോടെ റെക്കോർഡ് ഭേദിച്ചാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. വിപണിയിലെ ഈ ഒരു പോസിറ്റീവ് പ്രവണത വരും ദിവസങ്ങളിലും തുടരാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം വരും ദിവസങ്ങളും വിപണിയെ സ്വാധീനിക്കുക? മാർക്കറ്റിൽ ഇന്ന് വളരെ നല്ല ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. പക്ഷെ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കാണ്. കാരണം ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഷെയറാണ് HDFC ബാങ്ക്. അതുകൊണ്ട് നമ്മൾ നിഫ്റ്റി 50യിലും സെൻസെക്സിലും നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കാണ് കാര്യമായിട്ട് 2.6% ഉയർച്ച ഉണ്ടായി. ആ ഉയർച്ചയാണ് ശരിക്കും ഇന്ന് ഈ ഇൻഡെക്സിനെ ഇത്രയും ഉയർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ആഴ്ച പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ച US-ലെ FOMCയുടെ ഒരു മിനിറ്റ്സ് വരാനുണ്ട്. അതാണ് ഈ ആഴ്ചയിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിനെ അനുസരിച്ച് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിലും അതുപോലെ US മാർക്കറ്റിലും വ്യാഴാഴ്ച രാത്രിയിലും മൂവ്മെൻ്റ് ഉണ്ടാകും. ബാക്കി ഈ ആഴ്ചയിലെ പ്രത്യേകിച്ച് മറ്റ് ന്യൂസുകളൊന്നും അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്ന് ഈ ആഴ്ച അധികം സംഭവിക്കാനില്ല. എന്നാൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാർക്കറ്റ് വളരെ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. മറ്റ് ഘടകങ്ങളൊക്കെ പോസിറ്റീവാണ്. എന്നാൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത മാസം വരാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടാകാം. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്.